വിരലടയാളം. ആരാ? ഓ, കോഴിയാണല്ലേ? ആ, ടി വി എടുത്തോണ്ട് പോയിക്കോളൂ. സാർ, എന്താ ഇത്? കോഴി. കോഴിയോ? ഞാൻ വിചാരിച്ചു പുലിയാണെന്ന്. ഇതിനെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തോ? സാർ, ഞാൻ വീട്ടിൽ ചെന്നപ്പോ കൊച്ചാപ്പി പറഞ്ഞു വേറൊരു കോൺസ്റ്റബിൾ വേറൊരു കോഴിയെ കൊടുത്തിട്ട് സാറിന്റെ ടി വി എടുത്തോണ്ട് പോയത്. കോഴി കൊണ്ടുപോയി ആളുടെ കയ്യിൽ ടി വി കൊടുക്കാൻ സാറ് പറഞ്ഞു. ഞാൻ കൊടുത്തു. ഓഹോ, അങ്ങനെയാണല്ലേ? ടി വി മാത്രമാക്കി എന്തിന്? ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും പിറക്കി കൊടുക്കാൻ ഞാൻ എന്താ സാർ, നമ്മൾ വീട് മാറാൻ പോവാണോ? വീട് മാറുന്നില്ല, നിന്നെ ഇവിടുന്ന് മാറ്റാൻ പോവുക. അയ്യോ സാർ, ഒരു തവണ കൂടി എന്നോട് ക്ഷമിക്കണം സാർ. ഇനി കോഴിയെ കൊണ്ട് ആര് വന്നാലും ഞാൻ ടി വി കൊടുക്കത്തില്ല. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മരിക്കാൻ നേരത്ത് അച്ഛന് കൊടുത്ത വാക്കിനെ കരുതി മാത്രമാ. ഈശ്വര, എന്റെ ടി വി അടിച്ചോണ്ട് പോയവന്മാരാരായിരുന്നാലും അവന്മാര് വെള്ളം ഇറങ്ങി ചാവില്ല. നല്ല ചൂട് പട്ട, നല്ല ചുട്ട ചിക്കൻ. ഈ ചുട്ട ചിക്കനും പട്ട നല്ല കൂട്ടല്ലേ ആശാനെ? കട്ട മുതൽ വിറ്റ് കിട്ടിയതല്ലേ, തട്ടിക്കോ തട്ടിക്കോ. ആ, അതിരിക്കട്ടെ, ടി വി എന്തെല്ലാം കൊടുത്തു? പാതി വിലക്ക് കൊടുത്തു. അത് മോശമായി പോയി. ദാനം കിട്ടിയ പശുവിന്റെ വായിലെ പല്ലെണ്ണരുത്. നീ അങ്ങനെ അങ്ങോട്ട് കടന്ന് ചിന്തിക്കണ്ട. മോശമായി പോയെന്നോ? പറഞ്ഞത് തിരിച്ചെടുത്തു. കേട്ട് കേട്ട്. ആശാൻ ഈ ബുദ്ധി ഇല്ലായിരുന്നെങ്കിൽ നീ നിന്റെ ഫാമിലിയും പട്ടിണി കിടന്ന് ചീഞ്ഞേനെ. സത്യം. ആശാൻ ഈ മോഷണം അവിടെ നിന്ന് പഠിച്ചു? ഒരിടത്തുനിന്നും പഠിച്ചതല്ല, പരമ്പരാഗതമായി കിട്ടി. അത് ശരി. എന്റെ അച്ഛൻ കള്ളനായിരുന്നു, അച്ഛന്റെ അച്ഛൻ പെരുങ്കള്ളനായിരുന്നു. പകല് തെങ്ങിക്കയറ്റം, രാത്രി വീട്ടിൽ കയറ്റം. ഇടക്കിടക്ക് പോലീസ് സ്റ്റേഷനിൽ കയറും. അവര് മരിക്കുന്നത് വരെ പോലീസിനൊന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല. അതെന്താ ആശാന്? നാട്ടുകാര് തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി. അപ്പൊ ഒരു റോബറിംഗ് ഫാമിലി ആയിരുന്നു. പറ്റിയ ആളുടെ അടുത്ത് തന്നെ ഞാൻ വന്ന് പെട്ടത്. നമ്മളുടെ അവസാനമൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. പറഞ്ഞു പേടിപ്പിക്കടാ ഇതിനാശു. പേടിയാണെങ്കിൽ പണിക്ക് നിൽക്കരുത് ആശാനെ. എന്നെ ഏൽപ്പിക്ക്. മോഷണം ഞാൻ കാഞ്ചിറ പുല്ല്. നല്ല ഒറിജിനൽ പട്ട, അറിയാതെ വായിന്ന് വീണു പോയതാ. മതി, ഇനി വായിന്ന് വീഴണ്ട. ശരിയാ. കള്ളന് കഞ്ഞി വെച്ച തെണ്ടി.